ഹായ് മക്കളെ, നമുക്ക് ഇന്നൊരു കൊത്തമര വെച്ച് ഒരു സിമ്പിൾ കറി ഉണ്ടാക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുകും നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ഒരു 3 കതിർപ്പ് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ ഒരു സവാള കൊത്തി അരിഞ്ഞതും 4 പച്ചമുളകും, ഒരു 10 ചെറിയുള്ളി നന്നാക്കിയതും 10 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ആവശ്യമുള്ള ഉപ്പ്. ഉള്ളി ഒക്കെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു ചെറിയ തക്കാളി കൊത്തി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 50 ഗ്രാം പരിപ്പ് കുതിർത്തത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിക്കുക. ഇത് മൂടി വെച്ച് വേവട്ടെ. കറി അവിടെ വേവുമ്പോഴേക്കും അരമുറിയിലെ പകുതി നാളികേരം ഇടാം, മിക്സിയിലിടാം. ഒരു 4 ചെറിയുള്ളി ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് അരച്ചിട്ട് വരാം. കറിയെല്ലാം വെന്ത് നോക്കാം. എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. പരിപ്പും എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ കൊത്തമര ഇട്ട് കൊടുക്കാം. കൊത്തമരയും കൂടി വേവുമ്പോൾ പരിപ്പ് നല്ലോണം വെന്ത് കിട്ടും. കൊത്തമരയൊക്കെ ഇട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. അതൊന്ന് വെന്ത് വരട്ടെ. കൊത്തമര കറിയൊക്കെ ഒന്ന് വെന്തോ നോക്കാം. കൊത്തമര എല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് തേങ്ങ ചെറിയിലും കൂടി അരച്ച് ചേർക്കാം. നമ്മുടെ കൊത്തമര കറിയൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് വറുത്തിടാം ചെറുതായിട്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി എണ്ണ വറുത്തിടാം. 3 ചെറുള്ളി, 5-6 ഉള്ളി, വെളുത്തുള്ളി ഇട്ട ശേഷം നമുക്ക് 2 ചെറിയ വറ്റൽമുളക് മുറിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് വറവായി കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് കൊട്ടാം. അതോട് കൂടിയിട്ട് ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം.